ഇവിടെ റാന്നിക്കടുത്ത് ചിറക്കപ്പടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ചിറക്കപ്പടിയിൽ ഞാനൊരു ഒരു 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 സഭ സ്ഥാപിച്ചു. ഞാനവിടെ പോയി പ്രവർത്തനം ആരംഭിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു പയ്യൻ കൈ പൊട്ടി അളിഞ്ഞിരിക്കുക. സകല ആശുപത്രി, നല്ല ഗായകനാ. അവനെ സകല ആശുപത്രി പരിശോധിച്ചിട്ട് അവന് സൗഖ്യം കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ സഭയായി ഒരുമിച്ച് പ്രാർത്ഥിച്ചു, അവന് പൂർണ്ണ സൗഖ്യം കിട്ടി. അവൻ്റെ അപ്പന് ഒന്നര കാലേ ഉള്ളൂ. അവൻ്റെ വീട്ടിൽ പോയി ഭയങ്കര യോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു കുടില, അവിടെ ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു, ഇതോ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു, ഇതോ നൂലിൽ കെട്ടി വെന്നിച്ചാനൊരു വീട് ദൈവം തരാൻ പോകുന്നു പറഞ്ഞു. അത്ഭുതങ്ങൾ അവിടെ നടന്നു. 3 മാസത്തിനുള്ളിൽ അയാൾക്ക് വീട് കിട്ടി. ഒരാളെ സ്പോൺസർ ചെയ്തു. അങ്ങനെ അതൊക്കെ വിരിച്ച് പറയാനുണ്ട്. അവിടെ 80 പേരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു. 13 ദിവസം കൊണ്ടൊരു ഹോള് കൊണ്ടു. 13 ദിവസം കൊണ്ട് സ്ഥലം ഞാൻ മേടിച്ചു കൊടുത്തു, ഹോള് കൊണ്ടു, ശവക്കോട്ടം മേടിച്ചു കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ അതെല്ലാം അത്ഭുതമാണ്. കാരണം അവിടുത്തെ ഇമാം, തൃക്കോമലയിലെ ഇമാം, CMSന്റെ ബിഷപ്പ് അടക്കം, ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരടക്കം എൻ്റെ മീറ്റിങ്ങിൽ വന്നു കണ്ടു. പക്ഷേ ഞാൻ എൻ്റെ പ്രസംഗം കഴിഞ്ഞ് വചനം പ്രസംഗിക്കാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞ് ഓരോ ആശംസ മാത്രമേ എല്ലാ പ്രമുഖർക്കും കൊടുത്തുള്ളൂ. കാരണം ഞാൻ അവിടെ എല്ലാം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേയിരുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാൻ ഇന്ന് റാന്നിയിൽ ബഹുമാനപ്പെട്ട തോമസ് കുട്ടി പൊന്നൂസ് പാസ്റ്ററുടെ ഭവനത്തിലാണ്. വളരെ നാളുകളായി ആഗ്രഹിക്കുന്നു തോമസ് കുട്ടി പാസ്റ്റർ ഒന്ന് കാണണം, ഒരു ഇന്റർവ്യൂ എടുക്കണം എന്ന് ആഗ്രഹിച്ചു. എന്നാൽ ഇന്നാണ് അതിനൊരു സാഹചര്യം ഉണ്ടായത്. പാസ്റ്ററെ കുറിച്ച് പറയുമ്പോൾ ആയിരക്കണക്കിന് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആളാണ്. പവർ വിഷൻ ചാനലിലൂടെയും മറ്റ് തൻ്റെ സ്വന്തം ചാനലിലൂടെയും അതോടൊപ്പം തന്നെ 2 പത്രമുണ്ട്. ആ പത്രത്തിലൂടെയും അനേകരെ ഇന്റർവ്യൂ ചെയ്യുകയും ഈ മാധ്യമ പ്രവർത്തന രംഗങ്ങളിൽ വളരെ അനുഭവ സമ്പന്നനായ ഒരു വ്യക്തിയാണ്. പാസ്റ്ററുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. എങ്കിലും ഇന്ന് ഈ പാസ്റ്റർ എടുത്ത് കടന്നു വരാനൊരു കാരണം പാസ്റ്ററുടെ ജീവിതാനുഭവങ്ങൾ ചോദിച്ചറിയാനും ചില മാർഗനിർദ്ദേശങ്ങൾ കേൾക്കുവാനും ഒക്കെയാണ് കടന്നു വന്നിട്ടുള്ളത്. ഇന്ന് തീർച്ചയായും പാസ്റ്ററുടെ ജീവിതാനുഭവ സാക്ഷ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തീരും. പാസ്റ്ററെ ഗോസ്ബൽ TV UP എന്ന ചാനലിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററുടെ ജീവിതാനുഭവങ്ങൾ എല്ലാവർക്കും ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഏത് സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയാമോ? എൻ്റെ പേര് തോമസ് കുട്ടി പൊന്നൂസ്. ഞാൻ ജനിച്ചു വളർന്നത് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്ടിൽ വെളിയനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഇപ്പോൾ ഞാൻ റാന്നിയിൽ ടൗണിൽ തന്നെ താമസിക്കുന്നു. എൻ്റെ ഭാര്യ സീന, മക്കൾ 3 പെൺകുഞ്ഞുങ്ങൾ. ഞങ്ങൾ കുടുംബസമേതം റാന്നിയിൽ താമസിക്കുന്നു. സ്വതന്ത്രമായി സുവിശേഷ പ്രവർത്തന രംഗത്ത് കഴിഞ്ഞ 36 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പാസ്റ്റർ ജനിച്ചു വളർന്നത് ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിലാണ്? അതോടൊപ്പം പാസ്റ്ററുടെ മാതാപിതാക്കളെ കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ ജനിച്ചു വളർന്നത് കനാനായ യാക്കോബായ സമുദായത്തിലാണ്. എൻ്റെ അമ്മയ്ക്ക് മക്കളില്ലാതെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ. അമ്മ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, അങ്ങനെ എന്നെ ലഭിച്ചു. എന്നെ കൊണ്ട് 3 മാസം പ്രായമുള്ളപ്പോൾ മലയാറ്റൂർ മലയുടെ മുകളിൽ, അന്ന് തീർത്ഥാടകരൊക്കെ പോകുന്ന ആ കാലഘട്ടമാണ്, ഏതാണ്ട് 50ഓളം ആളുകൾ വെളിനാട്ടിൽ നിന്ന് മലയാറ്റൂർ മലയുടെ മുകളിൽ ചെന്നു. പക്ഷേ മാറി മാറി എല്ലാവരും എടുത്തിട്ടും എൻ്റെ കരച്ചിൽ നിൽക്കുന്നില്ല. ഭയങ്കര കരച്ചിലായിരുന്നു. കരച്ചിൽ എല്ലാവരും. അപ്പോൾ അമ്മയുടെ അമ്മ പറഞ്ഞു, എടി മോളി, എൻ്റെ അമ്മയുടെ പേര് മോളി എന്നാ, നീ പള്ളി പണിയാവുന്ന ദൈവത്തെ ഓർത്ത് നേരല്ലേ, കാരണം അവിടെ വെച്ച് എന്നെ മരിച്ചടക്കപ്പെടുമെന്ന് തോന്നിപ്പോയി വല്യമ്മച്ചിക്ക്. ആ സന്ദർഭത്തിലാണ് ഏതോ ഒരു വൃദ്ധ ദമ്പതികൾ വന്ന് മോനെ തോമസ് കുട്ടി എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എന്നെ വാങ്ങി. ആ നിമിഷം എൻ്റെ കരച്ചിൽ നിന്നു. അവരിങ്ങനെ പറഞ്ഞു, ഇവന് ദൈവവേലയ്ക്കുള്ള കുഞ്ഞാണ്, തോമസ് കുട്ടി എന്നിവന് പേരിടണം, ഇവനെ പ്രാകരുത്, ശപിക്കരുത്, ചൂല് കൊണ്ട് അടിക്കരുത്, ദൈവവേലയ്ക്കുള്ള കുഞ്ഞാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് തോമസ് കുട്ടി എന്ന് പറഞ്ഞ പേര് ലഭിച്ചത്. ഞാൻ ചെറുപ്പം മുതൽ തന്നെ പള്ളിയിലെ മദ്ബഹായി ശുശ്രൂഷകനായി, സെൻട്രൽ സ്കൂൾ അധ്യാപകനായി, ഗ്രാനായ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ കേന്ദ്ര
ജോയിൻറ്റ് സെക്രട്ടറിയായി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ എൻ്റെ കുട്ടനാടിൻ്റെ പ്രദേശങ്ങളിൽ ഒരു നിറ സാന്നിധ്യമായി മാറാൻ ഉള്ള അവസരം ഒരുക്കി. പക്ഷേ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന എന്നെ സുവിശേഷ വയലിലേക്ക് 18-ാമത്തെ വയസ്സ്. പഠിച്ചതൊക്കെ എവിടെയാണ് ബാല്യകാലം? എൻ്റെ ബാല്യകാലം പറഞ്ഞാൽ പഠിച്ചത് കിടങ്ങറ സ്കൂളിൽ പഠിച്ചു. പിന്നെ കിടങ്ങറ സ്കൂളിൽ ഞാൻ എത്ര സ്കൂളിൽ പഠിച്ചു? 10ാം ക്ലാസ് വരെ എത്ര സ്കൂളിൽ? 3 സ്കൂളിൽ പഠിച്ചാൽ. അങ്ങനെ ഈ 3 സ്കൂളിൽ പഠിക്കാനുള്ള ഒരു കാരണം? 3 സ്കൂളിൽ പഠിക്കണമെന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ പള്ളിയിലെ പാട്ട് പാടിക്കപ്പോൾ ആരാണ്ട് പിള്ളേർ കളിയാക്കി, അവന്മാരെ കുത്തി കുത്തി അവന്മാരെല്ലാം ആശുപത്രി വന്നു. അപ്പോൾ അവിടെ പിന്നെ അവസാനം പിന്നെ ആ സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിൽ കൊണ്ടുപോയി. സമരമില്ലാത്ത സ്കൂള്, പുളുങ്ങുന്ന സെന്റ് ജോസഫ് സ്കൂള്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏതാണ്ട് അവിടെ 6 അക്കരെ ബോട്ട് പിടിച്ചു കിട്ടി സമരമില്ലാത്ത സ്കൂളിൽ. അങ്ങനെ അവിടുന്ന് എൻ്റെ കൂടെ പഠിച്ചവൻ IAS കാരൻ, എൻ്റെ തൊട്ടിപ്പുറത്തിരുന്നവൻ. അത് കഴിഞ്ഞ് രാമങ്കേരി സ്കൂളിൽ വന്നു, അവിടെയും സമരവും ബഹളവും. അങ്ങനെ ഒരു പശ്ചാത്തലം ആണ്. സ്കൂളിൽ വലിയൊരു പ്രശ്നക്കാരനായിരുന്നു. സ്കൂളിലും നാട്ടിലും എല്ലാം ഒരു പ്രശ്നക്കാരനായിരുന്നു. പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്നുവരെ സിനിമാ കോട്ടയിൽ കയറിയിട്ടില്ല, കള്ള് കുടിച്ചിട്ടില്ല, ബീഡി വലിച്ചിട്ടില്ല, മുറുക്കിയിട്ടില്ല, മൂക്കിപ്പൊട്ടി വലിച്ചിട്ടില്ല, അശ്ലീല മാസിക വായിച്ചിട്ടില്ല, ചീട്ടുകൾ സ്ഥലത്ത് ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്തിട്ടില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയിട്ടില്ല. ഇങ്ങോട്ട് വന്നാൽ വിടുന്ന പ്രശ്നം ചെറുപ്പത്തിൽ മുതലേ ഇല്ല. അങ്ങോട്ട് കയറി ആരും ഉപദ്രവിക്കാൻ പോകത്തില്ല. അടി കൊണ്ടേറ്റ് വന്ന ചരിത്രവും ഇല്ല. അപ്പോൾ സ്കൂൾ പഠനം 3 സ്കൂളിലായിട്ടാണ് പൂർത്തീകരിച്ചത്. പിന്നീട് ഈ പെന്തക്കോസ്തൽ വിശ്വാസത്തിലേക്ക് വരാനുള്ള ഒരു പശ്ചാത്തലം എന്താണ്? അതിന്റെ കാരണം എന്താണ്? എനിക്ക് സുവിശേഷം വേല ചെയ്യണം എന്നെന്റെ മനസ്സിലാഗ്രഹമുണ്ട്. കനാനായ സഭയിൽ നിൽക്കുമ്പോൾ തന്നെ സുവിശേഷത്തോടൊരു വലിയ കാഴ്ചപ്പാടുണ്ട്. എനിക്ക് എൻ്റെ ചെറുപ്പം മുതലേ നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, എൻ്റെ ദൈവത്തിന്റെ വേലയ്ക്കല്ലാതെ, കർത്താവിന്റെ വേലയ്ക്കല്ലാതെ എന്നെ ഭൂമിയിൽ ഒന്നിനും കൊള്ളത്തില്ല എന്ന് കൃത്യമായ ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതായത് ചെറുപ്പത്തിലെ കുഞ്ഞിലെ മുതൽ. ആ പേര് വീണതും മുതലാണോ? അങ്ങനെ അല്ലല്ല, എൻ്റെ അമ്മ തന്നെ എന്നെ സുവിശേഷ വേലയ്ക്ക് വയറ്റിലുണ്ടാകുന്നതിന് മുമ്പ് തന്നെ സമർപ്പിച്ചതാണ്. അപ്പൊ അങ്ങനെ സുവിശേഷ ഒരു വിളി എന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ചെറുപ്പം മുതൽ തന്നെ അമ്മ സമർപ്പിച്ചതുകൊണ്ട് സുവിശേഷ വേലയല്ലാതെ വേറൊരു വേല ചെയ്യാൻ കാര്യം. 7 നേരം എന്റെ വല്യപ്പച്ചൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ചരിത്രമുണ്ട്. മുട്ടുകുത്തി അപ്പച്ചനോട് ഒന്നിച്ച് 7 നേരവും വെളുപ്പിന് 4 മണി ഉള്ള 7 നേരവും മുട്ടുകുത്തി കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. എൻ്റെ അമ്മ വലിയ പ്രാർത്ഥനക്കാരായിരുന്നു. 50 ദിവസവും പള്ളിയിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുടങ്ങാതെ പോകുമായിരുന്നു. 50 നോമ്പിന് 60 ദിവസമായിട്ട് നോമ്പെടുക്കുന്നയാളായിരുന്നു. അങ്ങനെ ആ ഒരു ശീലത്തിൽ വളർന്നുകൊണ്ട് വളരെ പ്രാർത്ഥന അനുഭവമുള്ള മാതാപിതാക്കന്മാരുടെ ശിക്ഷണത്തിൽ വളർന്നതുകൊണ്ട് വളരെ ഭയഭക്തി നിർഭരമായ സുവിശേഷ നിയോഗം എൻ്റെ ഉള്ളിൽ ദൈവം നിന്നു. വലിയൊരു സുവിശേഷ ദർശനം ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ ഈ കനാനായ സഭയിൽ ഒരു വൈദികനാകാനായിട്ടാണോ പദ്ധതി ഇട്ടത്? എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്ക് ഞാനിങ്ങനെ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് സാധിക്കത്തില്ല എന്ന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ സുവിശേഷ വേലയ്ക്ക് എന്താണ് അടുത്ത വഴി എന്ന് തോന്നി. രാഷ്ട്രീയ പാർട്ടിയായിട്ട് അവിടുത്തെ കോൺഗ്രസിലായിരുന്നു, കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു. അങ്ങനെ അവിടെ വലിയൊരു വിപ്ലവം തന്നെ, ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. അവിടെ വെച്ചാണ്. ആലപ്പുഴ ജില്ലയിൽ കൂടുതലും കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ. കമ്മ്യൂണിസ്റ്റിന്റെ ഏറ്റവും വലിയ നേതാവിനോട് ഞാൻ ഏറ്റുമുട്ടിയ ആളാണ്. അവിടുത്തെ പിന്നെ കിടങ്ങറ പാലത്തിൽ RSSന്റെ നേതാവ് വിശംബരന്റെ തല വെട്ടിവെച്ച മോഹൻലാലിനോട് ഞാൻ എതിർത്തു. ഒരു വലിയ സംഘം ആളുകൾ മോഹൻലാലിന്റെ നേതൃത്വത്തിൽ തന്നെ വളഞ്ഞു. ഒറ്റയ്ക്ക് ഞാൻ നേരിട്ടു. അത് ഇന്നും നാട്ടിൽ ചർച്ചയാണ്. അപ്പൊ 17ാമത്തെ വയസ്സിൽ അതിനുശേഷമാണ് 18ാമത്തെ വയസ്സിലാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തമായ ഇടപെടൽ നിമിത്തമാണ് ഞാൻ യേശുവിനെ രക്ഷിതാവായി പൂർണ്ണമായി ഹൃദയത്തിൽ സ്വീകരിച്ചു. ആ ഒരു പശ്ചാത്തലം ഒന്ന് പറയാമോ? ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനുള്ള കാരണം, ഞാൻ ഈ പെന്തിക്കോസ് പാസ്റ്റർമാരെ കണ്ട അവർ തർക്കിക്കുമായിരുന്നു. നിങ്ങളുടെ ഒന്നും ശരിയല്ല, ഞങ്ങൾ പറയുന്നത് ശരി. അപ്പൊ അങ്ങനെ എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു തോമസൂട്ടി പാസ്റ്റർ ഉണ്ട്, നൂണ്ടിയ ചർച്ചക്കൂടിന്റെ വലിയ നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗവും ഒക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു. അദ്ദേഹത്തിന്റെ പാട്ടും എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ, അവരുടെ സുവിശേഷ പ്രവർത്തനം. അങ്ങനെ വിയത്തമ്പിയുടെ നേതൃത്വത്തിൽ ഒരുപറ്റം ആളുകളോട് പെന്തിക്കോസിലേക്ക് പോയി. ആ സമയത്ത് തമ്പിച്ചാനെ ഓടിക്കാൻ 19 പേരെ ഈ തോമസൂട്ടിച്ചാന്റെ ഫാദർ ഉൾപ്പെടെ വന്നപ്പോൾ ഞാനും ആ കൂടുതലുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു കൈ ചാണം ഉണ്ടായിരുന്നു തമ്പിച്ചാൻ എറിയാൻ. പക്ഷേ അതിനുശേഷം ആണ് എനിക്ക് മാനസാന്തരം ഉണ്ടാകുകയും പാസ്റ്റർ വിയത്തമ്പി നടത്തുന്ന ബൈബിൾ കോളേജിലേക്ക് 2 വർഷം 91-92 കാലം. പാസ്റ്റർ
ഈ കനാനായ സഭയിലെ വിശ്വാസിയാണല്ലോ. അതെ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു പെന്തക്കോസ്തുകാരന് സുവിശേഷം കേട്ട ഒരു അനുഭവം എന്ന് പറയാമോ? അത് കറിയാച്ചാൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എന്റെ പുറകെ ഇങ്ങനെ നടന്ന് സുവിശേഷം പറയായിരുന്നു. അങ്ങനെ എടത്തുവക്കാരൻ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ അനുഭവത്തിലേക്ക് വരാനുള്ള സാഹചര്യം. അപ്പോ അത് കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പിന്നെ ബൈബിൾ കോളേജിലേക്ക് പോകാൻ. ബൈബിൾ കോളേജ് പഠിച്ചു. ബൈബിൾ കോളേജ് പഠിക്കുമ്പോഴും ഞാൻ ഭയങ്കര സുവിശേഷ പ്രവർത്തനമോ അല്ല പരസ്യം നടത്തും. ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനായിട്ട് എന്തായിരുന്നു ഒരു കോളിങ്, ഒരു ദൈവിക കോളിങ് എങ്ങനെയാ അനുഭവപ്പെട്ടു? പരിശുദ്ധാത്മ അവനെ അങ്ങ് നിർബന്ധിക്കുക, നിന്നെ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങാൻ മനസ്സിൽ ഇങ്ങനെ പറയുക. പ്രവാചകന്മാരൊക്കെ പറഞ്ഞുണ്ട്. അതൊന്നും ഞാൻ വലിയ കാര്യമൊക്കെ എന്നെ അങ്ങ് ദൈവം നിർബന്ധിക്കുവാണ്. ചെറുപ്പം മുതലേ ആ ഒരു നിർബന്ധം എന്നെ സുവിശേഷ വയലിലേക്ക് ഇറക്കി. അല്ല, ഒരു സുവിശേഷ വേലക്കാരനാകണം എന്നുള്ള ഒരു ചിന്ത എപ്പോഴും മനസ്സിലിങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ സുവിശേഷ വയലിലേക്ക് ഇറങ്ങും. ബൈബിൾ കോളേജിൽ ഡിഗ്രികൾ ഒക്കെ പാസ്സായി. അതായത് ഈ സുവിശേഷ വേലയ്ക്ക് പെന്തക്കോസ്റ്റൽ സഭയിലേക്ക് പോയപ്പോ വീട്ടിൽ നിന്ന് ഭയങ്കര എതിർപ്പുണ്ടായി. പക്ഷെ ഞാൻ വീട്ടിൽ എതിർപ്പേ ഉള്ളായിരുന്നു. അപ്പൊ വീട്ടുകാരെ സ്വന്തക്കാർക്കും ഒക്കെ എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ ഞാനെങ്ങനെയും രക്ഷപ്പെട്ടോട്ടെ, തല്ലിപ്പുള്ളിയാണല്ലോ, ഇന്നും അടിയും പിടിയും ബഹളവും പ്രശ്നവും എന്നും വീട്ടിൽ മുറ്റത്ത് പിന്നെ ഒരു 5-6 പേര് കാണും. അവനെ തല്ലി ഇവനെ തല്ലി അവിടെ പ്രശ്നം, എങ്ങനെയും അവൻ രക്ഷപ്പെട്ടു പോട്ടെ എന്ന് വിചാരിച്ചു. രക്ഷപ്പെട്ടു പോട്ടെ എന്ന് വിചാരിച്ചു. നന്നായാ മതി. അങ്ങനെയാണ് എന്നെ അവര് വീട്ടുകാർ അനുവദിച്ചത്, അല്ലെ അനുവദിക്കത്തില്ലായിരുന്നു. അതിനുശേഷം പാസ്റ്റർ ബൈബിൾ കോളേജിൽ പോയി പഠനം കഴിഞ്ഞു. പിന്നീടുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ ആദ്യമൊക്കെ എവിടെയായിരുന്നു? ഞാന് ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ KP എനിക്ക് മൈക്ക് തന്നു. ആ മൈക്കുമായിട്ട് ഞാൻ ഗ്രാമാന്തരങ്ങളിൽ ഈ പോയി പ്രസംഗിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എന്റെ പ്രവർത്തനം കണ്ടിട്ട് എനിക്ക് മൈക്ക് വരുന്നതിന് മുമ്പ് മൈക്ക് ഇല്ലാതെ ഞാൻ പരസ്യം നടത്തി. അപ്പൊ തന്നെ ഞാൻ ഒരു ആവേശമായിരുന്നു. എന്റെ പ്രസംഗം കേൾക്കാൻ വണ്ടിയൊക്കെ ചവിട്ടി നിർത്തി എന്റെ പ്രസംഗം കേൾക്കുമായിരുന്നു ആളുകളെ. അത്ര നല്ല സുന്ദരമായി പ്രസംഗിക്കുമായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് മൈക്ക് കിട്ടി. മൈക്കും കൊണ്ട് പ്രസംഗം തുടങ്ങി. പിന്നെ സൈക്കിള് KP എനിക്ക് സ്പോൺസർ ചെയ്തു. അപ്പൊ ഞാൻ സൈക്കിള് മൈക്കുമായിട്ട് പ്രസംഗം തുടങ്ങി. ഈ കവലപ്രസംഗം എത്ര വർഷം തുടർന്നു? കവലപ്രസംഗം വർഷങ്ങളായി ഇപ്പോഴും തുടരുകയാ. ഈ ആദിവാസി കോളനികളിലും സുവിശേഷം എത്താത്ത ഗ്രാമങ്ങളിലും ഒക്കെ വണ്ടിയെ കയറിയ സുവിശേഷം പറയും, ട്രെയിനെ കയറിയ സുവിശേഷം പറയും, ട്രാക്ട് കൊടുക്കും. ആവേശമാണ്. സുവിശേഷം ഒരു ലഹരിയായിരുന്നു എനിക്ക്. അതാണ് എൻ്റെ. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഒരു വെളുപ്പാങ്കാലത്ത് ഞാൻ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പ്രസംഗം ബൈബിൾ കോളേജിൽ നിന്ന് അവിടെ ചെന്ന് ഞങ്ങളുടെ നാട്ടിൽ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിട്ട് മന്ത്രവാദിയുടെ മോൻ, സുകുമാരി എന്ന് പറയുന്ന മന്ത്രവാദിയുടെ മോൻ ഈ പ്രസംഗം കേട്ട് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അദ്ദേഹത്തിന് ആദ്യം വെളിനാട്ട് സ്റ്റേജ് കൊടുത്ത ഞാനാണ്. എൻ്റെ കൂടെ സഭായോഗത്തിന് കൊണ്ടിരുത്തി പ്രസംഗിക്കാൻ അവസരം കൊടുത്തു. അദ്ദേഹം ഇന്ന് അങ്ങയുടെ നാട്ടിൽ അടിമാലിയിൽ ഒരു ഷാരോൺ സഭയുടെ സെൻട്രൽ പാസ്റ്ററാ. അദ്ദേഹത്തിന്റെ അവിടെ വന്ന് ഞാൻ പ്രസംഗിക്കാൻ വന്നു. അടിമാലി ഞാൻ വന്നപ്പോൾ രാവിലെ യാക്കോബ് പള്ളിയിലെ പ്രസംഗം, ഉച്ചയ്ക്ക് ഈ പെന്തിക്കോസ് ഇദ്ദേഹത്തിന്റെ പ്രസാദ് പാസ്റ്ററുടെ സഭയിലെ പ്രസംഗം, വൈകിട്ട് നമ്മുടെ സ്നേഹാലയത്തിലെ അവിടെ നാനായ കത്തോലിക്കർ നടത്തുന്ന വലിയൊരു 500 വൃദ്ധന്മാരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഞാൻ പ്രസംഗിച്ചു. അങ്ങനെ അന്ന് അവിടെ ചെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ യാക്കോബായി, ഉച്ചയ്ക്ക് പെന്തിക്കോസിൽ, വൈകിട്ട് കത്തോലിക്ക സഭയിലെ 10,000-2,500 പേരുടെ യോഗത്തിൽ ഞാൻ പ്രസംഗിച്ച കാര്യവും പറഞ്ഞു. ഞാൻ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. അപ്പൊ പാസ്റ്റർ പഠനം കഴിഞ്ഞതിന് ശേഷം പരസ്യങ്ങൾ ആരംഭിച്ചു. പരസ്യങ്ങൾ ആരംഭിച്ചു. അത് KP സാർ മൈക്ക് തന്നു. മൈക്കുമായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ സൈക്കിള് ചവിട്ടി യാത്ര ചെയ്യുന്നു. പിന്നെ ഞാൻ മഞ്ചേരിയിൽ മലപ്പുറത്ത് പ്രവർത്തനം ബൈക്കോട് കഴിഞ്ഞ ഉടനെ മലപ്പുറത്ത് പോയി ഭയങ്കര പ്രവർത്തനം. അവിടെയും പരസ്യവുമാ. ഇബിലീസിൻ ചതിയായി വന്നൊരു പാപമകറ്റാൻ ഈ ദുനിയായി ഈസാ വന്നു പിറന്നു എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെല്ലാം ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ കൂട്ടത്തോടെ 10-20 അത് ഈ സുറിയാനി സ്റ്റൈലിൽ വേദോസം വായിക്കും. അപ്പോഴത്തേക്ക് സുറിയാനിയും ഈ അറബിയും തമ്മിലൊരു അടുപ്പമുണ്ടല്ലോ. അപ്പൊ മുസ്ലിംസ് എല്ലാം വളരെ ആകാംക്ഷയോടെ കേൾക്കും. അപ്പൊ ഈ ട്രാക്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്നെ ഇവരെ നിഷേധിക്കായിരുന്നു. ബൈബിൾ കി കഹാനിയൊക്കെ കൊടുക്കുമ്പോൾ അപ്പം 10-25 ഉപദേശിമാരുണ്ട്. അപ്പൊ ഞാൻ അവരോട് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. എനിക്ക് അന്ന് ഐഡിയ ഉണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് കൊടുക്കുമ്പോൾ അവർ നിഷേധിക്കാതിരിക്കാൻ ഒരു ഐഡിയ ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഇത് കൊടുക്കുമ്പോൾ ഈസാ നബി, മൂസാ നബി, അബ്രഹാം നബി, ദാവീദ് നബി എന്ന് പറഞ്ഞ് കൊടുത്താൽ 2 രൂപയ്ക്ക്
കൊടുത്തേക്കെ. ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആരും മേടിക്കുന്നില്ല. 2 രൂപയ്ക്ക് പിടിച്ചു ഫ്രീയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അവിടെ തന്നെ ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചു. അതായത് മലപ്പുറത്ത് വലിയൊരു വിപ്ലവം നടത്തി. അവിടെ പിന്നെ മുസ്ലിംസ് പ്രസംഗം കഴിയുമ്പോഴത്തേക്ക് ചായയും പിന്നെ ബോണ്ടായും വടയൊക്കെ കൊണ്ടുവരുന്നത് വലിയൊരു അത്ഭുതമാണ്. അപ്പൊ സൈക്കിളിലായിരുന്നോ? അവിടെയും സൈക്കിളിൽ പിന്നെ അവിടെ ടീം പ്രവർത്തനം. കിലോമീറ്റർ സൈക്കിളെ ഓട്ടുമായിരുന്നു. അത് രാവിലെ മുതലങ്ങ് തുടങ്ങുവാ പരിപാടി. ഒരു മടുപ്പുമില്ല. 10, 30, 20 പരസ്യം നടത്തുന്ന ഒരു മടുപ്പുമില്ല. ആവേശമാ സുവിശേഷം. രാവിലെ കഴിക്കണമെന്നില്ല, ഉച്ചയ്ക്ക് കഴിക്കണമെന്നില്ല, കഴിപ്പ് കുഴിപ്പൊന്നുമില്ല. ഇതൊരു ഒരു ആവേശമാണ്, ലഹരിയാ സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. കാരണം നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു എന്നുള്ള പൗലോസിന്റെ വാക്കുകൾ. സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്നല്ല പൗലോസിന്റെ. ആ ഒരു ആവേശത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. പിന്നെ മലപ്പുറത്തുനിന്ന് കഴിഞ്ഞ് പിന്നീട് എവിടെയാണ്? അത് കഴിഞ്ഞ് എന്റെ മലപ്പുറത്ത് നിന്ന് ഞാൻ റാന്നി വന്നു. റാന്നിയില് തുണ്ടത്തിലെ പ്രിൻസ് പാസ്റ്റർ ഇപ്പൊ ഇരിക്കുന്ന പ്രിൻസ് പാസ്റ്റർ അറിയാമല്ലോ, ഇവിടുത്തെ ഏറ്റവും വലിയ ബെന്തിക്കോസ് ചർച്ച ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ അവിടേക്ക് എനിക്ക് നമ്മുടെ തുണ്ടത്തിലെ പ്രിൻസിന്റെ ഫാദർ ഉള്ള സമയത്താണ്. അവിടുത്തെ അന്ന് ഒറ്റ അസിസ്റ്റന്റ് പാസ്റ്റർമാർ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടുത്തെ പാസ്റ്ററായിട്ട് ഞാൻ അവിടെ 1 വർഷം അവിടെ പ്രവർത്തിച്ചു. ഞാനായിരുന്നു മുഴുവൻ കാര്യങ്ങളും കൺട്രോള്. അവിടെ ഉള്ളപ്പോഴാണ് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ. ഞാൻ എല്ലാം റാന്നി മുഴുവൻ പരസ്യവും നടത്തുമായിരുന്നു. ആവേശോജ്ജലമായ പ്രവർത്തനങ്ങളായിരുന്നു. അങ്ങനെയാണ് ഞാൻ റാന്നി മേനാന്തോട്ടം ആശുപത്രിയിൽ അവിടെ ഡോക്ടർ ശ്രീകരോട് ഇരുന്ന് എനിക്ക് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു, ആയിരക്കണക്കിന് ആളുകളോട്. അപ്പം ആശുപത്രി ഒരു മുറി ഇരുന്ന് ഞാൻ പ്രസംഗിക്കും, എല്ലാ റൂമിലിരിക്കുന്ന രോഗികൾക്ക് പ്രസംഗം കേൾക്കാം. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ പ്രസംഗം ആരംഭിച്ചു. അന്നാണ് ഉണ്ണിയപ്പച്ചന്റെ വീട്ടിൽ പോയി. അപ്പച്ചൻ ചോദിച്ചു, പാസ്റ്ററെ അത്ഭുതങ്ങൾ നടക്കുന്നു, എന്റെ വീട്ടില് കപ്പ മുഴുവൻ എലി തിന്നുവാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ? ഞാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒറ്റ പ്രാർത്ഥന ഞങ്ങൾ നടത്തി. പിറ്റേ ദിവസം മുതൽ ഒറ്റ കപ്പയിൽ എലി തൊട്ടിട്ടില്ല. അങ്ങനെ 25 ആശുപത്രികളിൽ പ്രസംഗം ആരംഭിച്ചു മൈക്കിലൂടെ. പുത്തൂറ്റ്, പൊയ്കാനി, ചിൽഡ്രൻസ്, അങ്ങനെ ഒരുപാട് ആശുപത്രികൾ, കേരളത്തിന്റെ പല ആശുപത്രികളിൽ. പിന്നെ ഞാൻ പ്രസംഗം റെക്കോർഡ് ചെയ്ത് കൊടുക്കും, പാട്ടും കൂടെ. ആഴ്ചയിൽ 1 ഞാൻ പോകും. അല്ലാത്തപ്പോൾ നേഴ്സുമാർ ഓൺ ചെയ്യും. ഡെയിലി ആയിരക്കണക്കിന് ആളുകൾ വചനം കേൾക്കും. ഓരോ റൂമിലും കയറി ട്രാക്ട് കൊടുക്കും. പാവപ്പെട്ട ഒരിക്കലും എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഒരു മോതിരവയിലുള്ളൊരു കൊച്ചായൻ, അദ്ദേഹത്തെ പിന്നെ ഇടിവെട്ടേറ്റ് മലതാരം വിട്ട് കിടക്കുക. ഞാൻ ചെന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എത്ര കുഞ്ഞുങ്ങളാ? എല്ലാം പെൺകുഞ്ഞുങ്ങളാ, ദാരിദ്ര്യം വേട്ടയാടുന്നത്. എന്റെ കയ്യിലുള്ള മുഴുവൻ പൈസയും എടുത്തു കൊടുക്കാൻ ദൈവം എനിക്ക് പ്രേരണ തന്നു. എന്റെ കയ്യിൽ ആ ആഴ്ച കഴിക്കേണ്ട മുഴുവൻ പൈസ, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, മുഴുവൻ പൈസയും അദ്ദേഹം നെഞ്ചത്ത് കൈ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മുഴുവൻ പൈസ എടുത്തു കൊടുത്തു. പക്ഷേ ദൈവം ആർക്കും കടക്കാരനല്ല. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതിന്റെ പലിശ കിട്ടി, അതിന്റെ ഇരട്ടി നന്മ കിട്ടി, അതിന്റെ പ്രൊവിഡന്റ് കിട്ടി, എല്ലാം കിട്ടി. അങ്ങനെ തണുപ്പിക്കുന്നതിന് തണുപ്പ് കിട്ടും എന്നുള്ളത് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പോഴും ആശുപത്രികളിലൊക്കെ ഭക്ഷണം കൊടുക്കുകയും സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും വലിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ കൂടെ. ഈ ആശുപത്രിയിലെ ഈ പ്രസംഗമൊക്കെ അത് എത്രാമത്തെ വയസ്സിലായിരുന്നു? അത് 21 വയസ്സിൽ, 21ാമത്തെ വയസ്സിൽ, ചെറുപ്രായത്തിൽ തന്നെ ആവേശോജ്ജലമായ. അന്ന് ആ സുവിശേഷ പ്രവർത്തനങ്ങളിൽ നടന്ന അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അന്ന് ആ ആശുപത്രിയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ നാവിന്റെ കെട്ട് കർത്താവ് അഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരാളെ നാക്കിനെ ബ്ലോക്കായി ഒരാഴ്ചയായിട്ട് കിടന്ന സാറിന് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. ആശുപത്രിയിലെ മേലാന്തോട്ടം ആശുപത്രിയിലെ ഹെഡ് നേഴ്സ് അവർക്ക് യേശുവിനെ തൊടാൻ പോകുന്നു എന്ന് പ്രസംഗത്തിന്റെ വചനം പറയുമ്പോൾ സംഭവിക്കുന്ന, നമ്മുടെ കഴിവൊന്നുമല്ല, അവരുടെ തലവേദന മാറി. അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതൊന്നും ദൈവത്തിന്റെ അത്ഭുതകരമായ കരുതലിന്റെ കരങ്ങളാണ്. പിന്നീട് ഈ അവിടുത്തെ പ്രവർത്തന ശേഷം പിന്നീടുള്ള പ്രവർത്തനം എവിടെയാണ്? പിന്നീട് ഞാൻ പിന്നെ സഭകൾ സ്ഥാപിച്ചെന്ന് പറഞ്ഞു. ഈ ആലപ്പുഴയിൽ നിന്ന് വീട് വിറ്റ് പോന്നായിരുന്നോ? അല്ല, ഞാനിങ്ങ് പോന്നു. പിന്നെ ഞാൻ കല്യാണം കഴിച്ചു. കല്യാണമാണേലും ഭയങ്കര അത്ഭുതമാണ്. എന്റെ വൈഫിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നവംബർ 30 നവംബർ 30 കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. ഒരു ദേവദാസൻ പ്രാർത്ഥിച്ചു പറഞ്ഞു. എന്നോട് പറഞ്ഞു, ആദ്യം കാണാൻ പോകുന്ന പെണ്ണിനെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അനുഗ്രഹമായി മാറുമെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഈ നവംബർ 30 തന്നെ കല്യാണം നടന്നു. അതും എല്ലാം അത്ഭുതം, പെടപെടുന്ന സംഭവങ്ങള്. പിന്നെ ഞങ്ങൾ ഇവിടെ വാടക വീട് എടുത്ത് ഇവിടെ റാന്നി വന്ന് താമസിച്ചു. വാടക വീട് വന്ന് താമസിച്ചു. അതും അത്ഭുതം. അവിടെ വെച്ച് എനിക്ക് പിന്നെ വിദേശ രാജ്യത്ത് പോകാനുള്ള അവസരം ഉണ്ടായി. അത്ഭുതകരമായിട്ട് നമ്മള് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങ് പോവാണല്ലോ. അപ്പൊ ഞാൻ വിവാഹം കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ഇവിടെ റാന്നിയിലായിരുന്നു ആ സമയത്ത്? അല്ല, വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ റാന്നിയിലായിരുന്നു. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, എടി
എന്നെ വെളിനാട്ട് നിന്നാൽ ഒന്നിനും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇവിടെ നിന്നാൽ വലിയ പ്രതിസന്ധികളുണ്ട്. കാരണം പട്ടിണിയും ബുദ്ധിമുട്ടും ഒക്കെ നേരിടേണ്ടി വരും. പക്ഷേ റാന്നിയിൽ ഒരു പ്രവർത്തനം നമുക്ക് ഉണ്ട്. അതുകൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും ദൈവം നമ്മളെ കൈവിടത്തില്ല. ദൈവം നമുക്ക് എല്ലാം തരും. വെളിനാട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മുടെ വീട്ടിലെ. പക്ഷെ അതൊന്നും നമ്മൾ നോക്കണ്ട, നമുക്ക് വിശ്വാസ പുറപ്പെടാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അപ്പൻ തന്ന പൈസ ഞാൻ പറഞ്ഞു കേക്ക് വലുവായും ഒരു 10 അന്നത്തെ സമയത്ത് കാലത്ത് 10-200 രൂപയുടെ സാധനം മേടിച്ചത് ബാക്കി പൈസ എല്ലാം പോക്കറ്റിൽ ഇട്ടേക്കാൻ പറഞ്ഞു. നമുക്ക് വാടക വീട് എടുക്കണം, വാടകയ്ക്ക് പൈസ കൊടുക്കണം, മറ്റു കാര്യങ്ങൾ ആഴ്ച എൻ്റെ ഒന്നുമില്ല. ആ പാടെ ഒരു 2 പുൽപ്പായും ഒരു തലമണയും 2 അല്ല ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാം നമുക്ക് തരും. നീ എന്നാ പറഞ്ഞു? അവള് പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞു. വിശ്വാസത്താലാണ് പുറപ്പെട്ടത്. ഞങ്ങൾ വാടക വീട് എടുത്തു പട്ടവടത്ത് റാന്നിയിൽ ഐത്തലയിൽ. പട്ടവടത്തിൽ വാടക വീട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഫാദർ ചോദിച്ചു എങ്ങനെയാ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു ദൈവം യഹോവയില്ലേ, ദൈവം കരുതും. അപ്പൊ എന്നെ ഉണ്ടോ മോനെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 2-3 ചട്ടിയും കലമൊക്കെ മേടിക്കണം, ഒരു പായുണ്ട്, പുൽപ്പായും തലമണയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. വലിയ ഗമല്ല ഈ പറയുന്നത്. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞു എന്നാ അപ്പൊ നീ ഒരു 2 ദിവസം മുമ്പ് ഇങ്ങനെ വരാൻ പറഞ്ഞു. വെള്ളാട്ട് ഞങ്ങൾ ഇവിടെ വന്നു, തെങ്ങേലി വന്നു. തെങ്ങേലി കണ്ണാട്ടിപ്പുഴയില് കല്യാണം ഞാൻ കഴിച്ചിരിക്കുന്നത്. അപ്പൊ തെങ്ങേലി വന്നു. അപ്പൊ പറഞ്ഞെന്നാ നിങ്ങൾ പുറപ്പെട്ടു എന്ന് പറഞ്ഞു. പുറകെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു അത്ഭുതം. വലിയ ലോറിയൽ, വലിയ 2 വണ്ടിയൽ വീട്ടിൽപ്പെട്ട മുഴുവൻ സാധനങ്ങളും നോക്കിയോടെ. കിണറിന്റെ ആഴം എന്നോട് ചോദിച്ചു. എനിക്കുണ്ടോ പറയാൻ. കിണറിനകത്ത് 2 തൊട്ടിയും കയറ്, ഡള്ളപ്പിന്റെ മെത്ത, കട്ടില്, ഡബിൾ കോട്ട് കട്ട് എന്ന് വേണ്ട 6 മാസം കഴിക്കാനുള്ള ഭക്ഷണ സൗർവ സംവിധാനമായിട്ട് അവിടെ വന്ന് പ്രസിദ്ധനായ JC ദേവ് ഉൾപ്പെടെ അവിടെ ഉണ്ട്. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെയാണ് ഞങ്ങളുടെ തുടക്കം. അങ്ങനെ ഇവിടെ റാന്നിയിൽ വന്ന് വാടക വീട് എടുത്തു, സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. വിശ്വാസമുള്ള പ്രവർത്തനമാണ്, ഒന്നും കയ്യിലില്ല. ഒരു ദിവസം രാവിലെ ആശുപത്രി പ്രസംഗിക്കാനായിട്ട് പോകുമ്പോ തലേദിവസം എന്നോട് വൈഫ് ചോദിച്ചു എങ്ങനെയാ കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ പറഞ്ഞു യഹോവ ഈരേ. ഉടനെ എന്റെ ഭാര്യ ചോദിച്ചു നാളത്തേക്ക് സാധനങ്ങൾ. ഞാൻ പറയാം യഹോവ ഈരേ. ഞാൻ രാവിലെ പോയി ആശുപത്രിയിൽ 1000-ലധികം ജോലികളോടെ മേനാന്തോട്ടത്തിൽ അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലും അവന്റെ മേലിട്ട് ഒൾവീൻ എന്ന് പ്രസംഗിച്ചിട്ട് ഞാൻ തിരികെ വരുമ്പോൾ ഈ പമ്പിന്റെ അവിടെ വന്നു. അവിടെ വന്നപ്പോൾ എന്നെ ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ വീട്ടിലെ യോഗത്തിന് വരണമെന്ന് പറഞ്ഞു. എനിക്കറിയാം അവിടെ പല പ്രാവശ്യം യോഗത്തിന് പോയിട്ടുണ്ട്. 11:30 ആകുമ്പോൾ അവിടെ യോഗം തുടങ്ങും, ഒരു 3 മണിയാകുമ്പോൾ തീരും. അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു കട്ടൻ കാപ്പി ഉണ്ട്, ഒരു ബണ്ണോ റസ്കോ വല്ലതും കിട്ടും. നമ്മുടെ കയ്യിലെ സ്വോത്രകാഴ്ച അവിടെ ഇട്ടേച്ച് പോരണം. 5 പൈസ അവിടെ നിന്ന് കിട്ടത്തില്ല. പക്ഷെ പ്രസംഗത്തോടുള്ള ആവേശം കൊണ്ട് ഞാൻ പറഞ്ഞു ജോസെ ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ജോസിന്റെ വീട്ടിൽ ഞാൻ വീട്ടിൽ വന്നു. ഒരു കിളിയെന്ന് പറഞ്ഞു. അപ്പൊ ഇവള് പറഞ്ഞു എങ്ങനെ കാര്യങ്ങൾ വീട്ടില്. അപ്പൊ ഞാൻ പറഞ്ഞൊരു പാട്ട് പാടാന്ന് പറഞ്ഞു. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം വിശ്വാസക്കാച്ചുവെടിയിലത്രേ തന്നിടുന്നേ സ്വർഗ ഭണ്ണാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം. ആരു സഹായിക്കും, ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല എന്നുള്ള പാട്ടും പാടി ഞങ്ങൾ വണ്ടിയെ കയറി. അവിടെ ചെന്ന് പ്രസംഗിച്ചു. അന്ന് രാജു അബ്രഹാം എല്ലയുടെ ഉപ്പാപ്പൻ മാത്തുക്കുട്ടിച്ചാനും അന്ന് ആ യോഗത്തിലുണ്ട്. ഞാൻ സ്പ്രിങ്ങിൽ നിൽക്കുന്ന പോലെയാണ് പ്രസംഗിച്ചത്. ഒരു 1 മണിക്കൂറോളം നിന്ന് പ്രസംഗിച്ചു. ആളുകളെല്ലാം ആവേശത്തിലായി. പറഞ്ഞ പോലെ എന്നാ ഉണ്ടായിരുന്ന ചില്ലറ പൈസ സ്വോത്രകാഴ്ച ഇട്ടു. അവിടുന്ന് ഈ ബണ്ണും കാപ്പി കുടിച്ച് കട്ട കാപ്പിയാ, ചായ ഒന്നുമല്ല, അട്ടിയും കാപ്പി കുടിപ്പ് ഞങ്ങൾ പോരുമ്പോ ഞാൻ വൈഫിനോട് പറഞ്ഞു വീണ്ടും ആ പാട്ട് പാടാൻ പറഞ്ഞു. അന്ന് എനിക്ക് അഡ്രസ് ഒന്നും ആയിട്ടില്ല. കാവുങ്കിലെ മാമുക്കിലെ അവറാച്ചാന്റെ കടയാ എൻ്റെ അഡ്രസ്സും. അവിടെ വന്നു. അവറാച്ചാൻ എന്നെ കൈ വിട്ട് വിളിച്ചു. ചേതൊക്കെ സ്കൂട്ടർ ഞാൻ വരുന്ന കണ്ടപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു കവർ എടുത്തു തന്നു. ആ കവറിൽ അഡ്രസ്സ് പോലും എഴുതാതെ ഒരാൾ കഷ്ടപ്പെട്ട് ദൈവവേല ചെയ്യുന്ന നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് 1000 രൂപ അയച്ചു വന്നിരിക്കുന്നു. അങ്ങനെ അത്ഭുതങ്ങളുടെ ദൈവത്തെ 1000 വട്ടം ഞാൻ. 1000 രൂപ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നല്ല വിലയുണ്ട്. പിന്നെ അന്നത്തെ കാലത്ത് നല്ല വിലയുണ്ടെന്നല്ല, നൂലെ കെട്ടി ഇറക്കി തരും ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ അനുഭവമാണ്. മഞ്ചേരി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒരു ദൈവദാസൻ ജോൺസൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ഞങ്ങൾ പരിശോധന നടത്തുക. അപ്പൊ എന്റെ കാലിലെ ചെരുപ്പിന്റെ വള്ളി പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ചെരുപ്പ് മേടിക്കാനോ അന്ന് ബന്ധാ, നടക്കാനും വയ്യ, കടയും തുറന്നിട്ടില്ല, കയ്യിൽ പൈസയും ഇല്ല അന്നത്തെ കാലത്ത്. പക്ഷേ ആ സമയത്ത് ഒരു ചെരുപ്പ് കമ്പനിക്കാരൻ ആ വഴി വന്നു. ഈ ജോൺസൺ പാസ്റ്റർ പരിചയമുണ്ട്. അദ്ദേഹം വണ്ടി
അങ്ങോട്ട് ചവിട്ടി നിർത്തി. നിങ്ങൾ എങ്ങോട്ടാണ്? ഞാൻ പറഞ്ഞു ഇന്നടത്തോട്ടാ, കയറിക്കോ, ഞങ്ങൾ അങ്ങോട്ടാണ് പറഞ്ഞു. ഞങ്ങളെ കയറ്റി. ഇറങ്ങാൻ നേരത്ത് കച്ചവടമൊന്നും നടക്കുന്നില്ല, ദിവസന്മാർ പ്രാർത്ഥിക്കണമെന്ന് ഓരോ ജോഡി ചെരുപ്പ് ഞങ്ങൾക്ക് 2 പേർക്കും നൂലെ കെട്ടി ഇറക്കി തരും ദൈവം ഉണ്ട് എന്ന് ചോദിച്ചാൽ നൂലെ കെട്ടി ഇറക്കി തരും ദൈവമുണ്ട്. എൻ്റെ അപ്പൻ്റെ പെങ്ങളും മദ്രാസ് പെങ്ങളും മൂലൂടെ വന്നു. ഇവിടെ നമ്മുടെ തിരുവല്ല സ്റ്റാൻഡ് വെച്ച് എന്നോട് ചോദിക്കുക, നീ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഞാൻ പറഞ്ഞു വിശ്വാസത്താൻ. അപ്പോൾ എന്നോട് ചോദിക്കുക, നൂലെ കെട്ടി ഇറക്കി തരുവോടാ? ഞാൻ പറഞ്ഞു നൂലെ കെട്ടി ഇറക്കി തരുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തെങ്ങയിൽ കൊച്ചുപദേശി വന്നിരിക്കുവോ. എടാ മോനെ സമയം എന്നാന്ന് ചോദിച്ചു. ഞാനിങ്ങനെ നോക്കി, പണ്ട് വാച്ച് കിട്ടുന്ന പിന്നെ നിന്റെ കയ്യിലെ വാച്ച് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു അപ്പച്ച വാച്ചില്ലല്ലോ. നിന്റെ കയ്യിലെ വാച്ച് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ കാലത്ത് ആരാ അപ്പച്ച, ഈ പഴയകാലത്ത് വാച്ച് കിട്ടുമെന്ന് ചോദിച്ചു. എടാ അപ്പച്ചൻ പറയുവാണ്, കയ്യിലെ വാച്ച് ഉരുട്ട് പറയുക, എടാ എന്റെ മകൻ കുര്യച്ചൻ കുവൈറ്റിൽ നിന്ന് കൊണ്ടുവന്ന വാച്ചാ, ഇടറാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഒക്കത്തില്ല, നിന്റെ കൈ ഇടറാന്ന് പറഞ്ഞു. നീട്ടി ഇട്ട് കഴിഞ്ഞാൽ പറഞ്ഞു നീ ദൈവത്തിന് മഹത്വം കൊടുത്തോണെന്ന് പറഞ്ഞു. 3 പ്രാവശ്യം പറഞ്ഞു. അപ്പച്ചൻ അടുത്ത വണ്ടിയെ ചാടി കയറിപ്പോയി. എൻ്റെ അച്ഛൻ എൻ്റെ പെങ്ങളും മോളും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ ഒരുപാട് അനുഭവം. നൂലെ കെട്ടി ഇറക്കി തരുമെന്ന് ചോദിച്ചാൽ നൂലെ കെട്ടി ഇറക്കി തരുന്ന ദൈവത്തിന്റെ മഹാശക്തി എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ എനിക്ക് 1,00,000 അത്ഭുതം പറയാനുണ്ട്. 1,00,000 അത്ഭുതം. അതാണ് എൻ്റെ അനുഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വന്ന് താമസം ആരംഭിച്ചു. പിന്നീട് സുവിശേഷ ഈ കവലപ്രസംഗമാണ് കൂടുതലും അല്ലെ? കവലപ്രസംഗം തന്നെയാണോ? പിന്നെ ഞാന് പിന്നീടുള്ള സുവിശേഷ പിന്നെ ഈ മറ്റേ ഇത് പിന്നെ സഭകൾ ആരംഭിച്ചു. എനിക്ക് ഭൂമിയിലെ ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി ജാതികളിടയിൽ പൂതല സീമയതോളം നല്ലവൻഗേല്യോൻ. ഈ പാട്ട് കേട്ടാ ഞാൻ വളർന്നത്. അപ്പം ഈ വലിയ മഴ പെയ്യുമ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന പോലുള്ളൂ പിന്നെ സുവിശേഷം അറിയാവുന്നവരുടെ സുവിശേഷം കാരണം എന്നെനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ സുവിശേഷം എത്താത്ത ഗ്രാമാന്തരങ്ങളിലോട്ട് പ്രവർത്തനം ആരംഭിച്ചു. പല സ്ഥലങ്ങളിൽ ഞാൻ ചില വിജാതികളായ ആളുകളെയാണ് വിശ്വാസി കൊണ്ടുവന്നിട്ടുള്ളത്. അത് ദളിത് കമ്മ്യൂണിറ്റിപ്പെട്ടവരും അങ്ങനെ വിജാതികളായ ആളുകളുടെ ഇടയിലാണ് എന്റെ പ്രവർത്തനം. ദീർഘവർഷങ്ങൾ പ്രവർത്തിച്ചു. എനിക്ക് സുറിയാനിക്കാരുടെ പ്രവർത്തിച്ചാൽ കോടീശ്വരനാകാമായിരുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി വിജാതികളുടെ ഇടയിൽ പ്രവർത്തിച്ചു. ഉദാഹരണത്തിന് വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. റാന്നി ടൗണിൽ തന്നെ ഞാൻ സഭ ആരംഭിച്ചു. അതെല്ലാം വിജാതികളായ ആളുകളായിരുന്നു. വിജിലി പനവേലിയും രാജു ഇബ്രഹാം MLA വന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്ന സംഭവമുണ്ട്. അവരും വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ റാന്നിക്കടുത്ത് ചിറക്കപ്പടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ചിറക്കപ്പടിയിൽ ഞാനൊരു ഒരു 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 സഭ സ്ഥാപിച്ചു. ഞാനവിടെ പോയി പ്രവർത്തനം ആരംഭിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു പയ്യൻ കൈ പൊട്ടി അളിഞ്ഞിരിക്കുക. സകല ആശുപത്രി, നല്ല ഗായകനാ. അവനെ സകല ആശുപത്രി പരിശോധിച്ചിട്ട് അവന് സൗഖ്യം കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ സഭയായി ഒരുമിച്ച് പ്രാർത്ഥിച്ചവന് പൂർണ്ണ സൗഖ്യം കിട്ടി. അവന്റെ അപ്പന് ഒന്നര കാലേ ഉള്ളൂ. അവന്റെ വീട്ടിൽ പോയി ഭയങ്കര യോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു കുടില. അവിടെ ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു ഇതോ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു, ഇതോ നൂലിൽ കെട്ടി വെണ്ണിച്ചാലൊരു വീട് ദൈവം തരാൻ പോകുന്നു പറഞ്ഞു. അത്ഭുതങ്ങൾ അവിടെ നടന്നു. 3 മാസത്തിനുള്ളിൽ അയാൾക്ക് വീട് കിട്ടി. ഒരാളെ സ്പോൺസർ ചെയ്തു. അങ്ങനെ അതൊക്കെ വിരിച്ച് പറയാനുണ്ട്. അവിടെ 80 പേരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു. 13 ദിവസം കൊണ്ടൊരു ഹോള് പണിതു. 13 ദിവസം കൊണ്ട് സ്ഥലം ഞാൻ മേടിച്ചു കൊടുത്തു. ഹോള് പണിതു, ശവക്കോട്ടം മേടിച്ചു കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ അതെല്ലാം അത്ഭുതമാണ്. കാരണം അവിടുത്തെ ഇമാം, തൃക്കോമലയിലെ ഇമാം, CMSന്റെ ബിഷപ്പ് അടക്കം, ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരടക്കം എൻ്റെ മീറ്റിങ്ങിൽ വന്നു പണ്ട്. പക്ഷേ ഞാൻ എൻ്റെ പ്രസംഗം കഴിഞ്ഞ് വചനം പ്രസംഗിക്കാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞ ഒരു ആശംസ മാത്രമേ എല്ലാ പ്രമുഖർക്കും കൊടുത്തുള്ളൂ. കാരണം ഞാൻ അവിടെ എല്ലാം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ കേരളത്തിൽ പലയിടത്തും സഭകൾ ആരംഭിച്ചു. ഒരുപാട് സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം അതെല്ലാം ഏതെങ്കിലും ഗ്രൂപ്പിനോട്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കിതൊന്നും വലിയ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ അതിന്റെ ഇടയ്ക്ക് മാധ്യമ പ്രവർത്തനങ്ങളിലേക്ക്, പത്രപ്രവർത്തനത്തിലേക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ സ്വതന്ത്രമായ പ്രവർത്തനമാണ്. സുവിശേഷം എത്താത്ത ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം അറിയിച്ച് അവിടെ ഒരു കൂട്ടായ്മ ആരംഭിക്കുക, വിട്ടുകൊടുക്കും. അല്ല എനിക്ക് ഇന്നൊന്നും എന്റെ ഒരു തലപ്പത്തായിരിക്കണമെന്നൊന്നും വലിയ പിന്നീട് ഈ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് കൂടുതൽ പ്രവർത്തിച്ചിട്ടില്ല. ആദ്യം അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ കോടീശ്വരനാകാമായിരുന്നു. ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയുടെ ഇടയിൽ നടന്നത് നമുക്ക് അമേരിക്കയിൽ പോകാം, പേർഷ്യയിൽ പോകാം, വലിയ സഭയുടെ ചാർജ്, അതിനൊക്കെയുള്ള കഴിവ് എനിക്കുണ്ട്. ഇവരൊന്നും വിചാരിക്കുന്നില്ല. പക്ഷെ ഞാൻ അതിനൊന്നും ശ്രമിച്ചില്ല. എനിക്ക് സ്വർഗത്തിൽ പോകണം. സുവിശേഷത്തിന് വലിയ ഭക്തനാണെന്ന് നടിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഭക്തനായിട്ട് നടിക്കുന്നവരൊക്കെ ഉള്ള പോലെ പറയും. ആരെയും ഭയമില്ല. മനസ്സിൽ വെക്കുന്ന പരിപാടി ആരോടും വിരോധമില്ല. അന്നേരം പറഞ്ഞു, അന്നേരം തീർന്നു.
പാസ്റ്റർക്ക് ഈ സുവിശേഷ ബില്ലിൽ ശത്രുക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അയ്യോ, ശത്രുക്കളെ തുടക്കം മുതലേ നമുക്കിട്ട് പാര വെക്കാനുള്ള ആളുകളാ ഉള്ളത്. ഞാനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അല്ല, പേര് പറയണമെന്ന് നിർബന്ധമില്ല, എങ്കിലും പറയാൻ പറ്റുന്നതാണ്. ഒരുപാട് ആളുകൾ എന്നെ അസൂയപ്പെട്ടിട്ടുണ്ട്. ഞാൻ പൗർഷൻ ചാനലിൽ കയറിയ സമയത്ത് പൗർഷൻ 10 വർഷം ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. 10 വർഷം ഞാൻ സ്വന്തമായിട്ട് ജേർണലിസം പഠിച്ചവനല്ല. ഒരുത്തിന് ജേർണലിസ്റ്റ് ഞാൻ 2 പത്രം നടത്തും. 10-25 വർഷം കഴിഞ്ഞ് 2 പത്രം. ഒരു പത്രം ഞാനങ്ങ് കൊടുത്തു. കാരണം ഈ കുമ്മനാട്ടൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കും 2 പത്രത്തിന്റെ ചീഫ് എഡിറ്ററാണ് വരുന്നത്, നമ്മുടെ ഉദ്ദേശിമാര് പറയുന്ന. അപ്പം നമ്മളെ ഇതായിട്ട് അല്ല, 2 പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ഒരു പത്രം കൊടുത്തേക്കാന്ന് വെച്ചു. അപ്പൊ വീട് വെച്ച സമയത്ത് ഒരു പത്രം അങ്ങ് കൊടുത്തു. രണ്ടാമത്തെ പത്രമാണെങ്കിൽ ഞാനങ്ങ് നിലനിർത്തിക്കൊണ്ട് പോകും. വചനഘോഷണം എന്നതിന്റെ പേര്. അത് ഭയങ്കര ഈ ഇന്ത്യയിൽ എന്ന ലോകം ശ്രദ്ധിക്കുന്ന പത്രമാണ്. പെന്തക്കോസ് ലോകത്തെ, ക്രൈസ്തവ ലോകത്തെ ഏറ്റവും വലിയ വെല്ലുവിളികളെ ചുരുട്ടിക്കെട്ടിയത് പത്രം വചനഘോഷണമാണ്. അത് പെന്തക്കോസ് നേതാക്കന്മാർക്കെതിരെ ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ, അന്ന് ഇപ്പോൾ അദ്ദേഹം ഭൂമിയിലില്ല, അതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല, ഡിവെൻഡർ എന്ന് പറഞ്ഞ പത്രത്തിലൂടെ. അപ്പൊ ഇവരെല്ലാം പേടിത്തൊണ്ടന്മാരാ. അമേരിക്കയിൽ നിന്നും പേർഷ്യയിൽ നിന്നും ഇവന് എന്നെ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കും. 5 ലക്ഷം 10 ലക്ഷം ഒക്കെ കൊടുക്കും. കാരണം ഇവന്റെ പ്രശ്നങ്ങൾ, ഇവനെല്ലാം കുഴപ്പക്കാരാ. കാരണം പെന്തിക്കോസിനകത്ത് 2 കെട്ടിയവനും 3 കെട്ടിയവനും തലകുത്തി നടക്കുന്നവനും വെള്ളമടിക്കുന്നവനും കൊട തെറ്റിയവനും ഒക്കെ ഉണ്ട്. മരത്തിൽ നിന്ന് വീണവന് ഉപദേശി, മീശ പഠിച്ചാൽ ഉപദേശി, റബ്ബർ വെട്ടുന്നതിന് ഉപദേശി, സൂചിയുടെ വിലയ്ക്ക് കോളിംഗ് ഇല്ലാത്തവരെല്ലാം ഉപദേശിമാരായിട്ട് തീർന്നിരിക്കുന്ന ഒരു ലോകം. അപ്പം ഈ പെരുമ്പാവൂരിൽ നടക്കുന്ന ഒരു പത്രം ഈ തിന്മകൾക്കെല്ലാം എതിരെ എഴുതും. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവരെ നേരിടാൻ ഇവിടുത്തെ ഒരു പത്രക്കാർക്കും ധൈര്യമില്ല. അപ്പം പാസ്റ്റർ KC പറഞ്ഞു, ഓസട്ടി പാസ്റ്റർക്ക് അല്ലാതെ ഒരുത്തിനും ധൈര്യമില്ല, വചനഘോഷണം ഈ തിന്മയ്ക്കെതിരെ പോരാടണമെന്ന് പറഞ്ഞു. ശരി. അപ്പം ഞാനന്ന് പൗർഷൻ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പം ഞാൻ ഗ്രിഗോറിയസ് സിനിമയിൽ ഇന്റർവ്യൂ ചെയ്തു. കാരണം കൂടെ വേണം, ജ്ഞാനായ സമുദായത്തിലെ ഗ്രിഗോറിയസ് സിനിമയിൽ ഇന്റർവ്യൂ ചെയ്തു. അപ്പം ഞാൻ സാറ് പിതാവേ എന്ന് വിളിച്ചു. അപ്പോൾ ഈ പിതാവേ എന്ന് വിളിച്ചു. പിന്നെ അപ്പം അങ്ങനെ വിളിച്ചപ്പോൾ പിതാവേ എന്ന് വിളിച്ചു, തിരുമേനിന്ന് വിളിച്ചു. നീ എന്നെ ബാലൻ വിളിച്ചു ചോദിക്കുക, തിരുമേനിന്ന് എന്തിനാ വിളിച്ചത്? ഞാൻ പറഞ്ഞ എല്ലാവരും തിരുമേനിന്ന് വിളിക്കുന്നു. പിതാവേ എന്ന് വിളിച്ചു. നമ്മൾ ഒത്തിരി വിശ്വാസികളുടെ പിതാവ്, അതുകൊണ്ടത്. അപ്പൊ അതൊന്നും ശരിയായ നടപടിയല്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ശരിയായ നടപടിയാ, ഞാൻ തനിക്കെതിരെ എഴുതും. അപ്പം അതിനു മുമ്പ് തന്നെ ഞാനൊരു 10 മാസം ഇവനെതിരെ എഴുതി. ഇവനെ മൊത്തം ലോകം മുഴുവൻ, ഇവന്റെ ഒരു പത്രം ഇറങ്ങിയാൽ 10 ലക്ഷം പേരാ കാണുന്ന ആ കാലഘട്ടത്തിൽ. എന്ന് പറഞ്ഞാൽ ഇവനെ പേടിച്ചിട്ട് ഇതൊക്കെ അമേരിക്ക, പേർഷ്യ, ഈ എല്ലാ നേതാക്കന്മാര് ലക്ഷക്കണക്കിന് കൊണ്ട് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ വഴങ്ങിയില്ല. കാശ് വിട്ട അവൻ ഇഷ്ടം പോലെ കാശ് കിട്ടും. അതുകൊണ്ട് പെരണ്ട ഉപദേശിമാർ ഇവന്റെ പേര് കേൾക്കുമ്പോഴേ വരും. അവനോട് എതിർക്കാൻ ഇവിടുത്തെ പെന്തക്കോസ് ലോകത്തിൽ ഒരു പത്രക്കാർക്കും ധൈര്യമില്ലായിരുന്നു. ഞാൻ രംഗത്ത് വന്നു. ദാവീദിനെ പോലെ പോലാത്ര ഞാൻ വീഴ്ത്തരാമെന്ന് പറഞ്ഞു. ഞാൻ രംഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ കാലാടാൻ തുടങ്ങി, ഏപ്പാടാൻ തുടങ്ങി ധൈര്യമായിട്ട്. കാരണം ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളാ, മണിക്കൂറുകൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ആളാ, വിശ്വസിക്കുന്ന ആളാ. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് വലിയ പ്രതിഭ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവന് ഞാൻ പറഞ്ഞു, നീ പോയി പണി നോക്കാൻ പറഞ്ഞു. എൻ്റെ പത്രപ്രവർത്തനത്തിലൂടെയാണ് അവന്റെ പിന്നെ ഡിവെൻഡർ പൂട്ടുന്നതും ജനങ്ങൾ അവനെതിരെ വരുന്നതും കുഴച്ചിലായി. പൂട്ടി കെട്ടിച്ചു. അത് ഞാൻ യുദ്ധത്തിനിറങ്ങിയാൽ മുസാദിന്റെ കാര്യം പറഞ്ഞ പോലെ, ഷിൻബെറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ, യുദ്ധത്തിലിറങ്ങിയാൽ യുദ്ധം ജയിച്ച് ഞാൻ മടങ്ങും. അത് ദൈവത്തിന്റെ ഒരു കൃപ എനിക്കുണ്ട്. പ്രാർത്ഥന തോറ്റുപോകാത്ത ആയുധം എന്ന സുറിയാനി സഭയുടെ പിതാക്കന്മാർ പറഞ്ഞത്. അമേരിക്കയുടെ ആയുധം തോക്കും, റഷ്യയുടെ ആയുധം തോക്കും, ഇസ്രായേലിന്റെ ആയുധം തോക്കും. പക്ഷെ പ്രാർത്ഥന തോറ്റുപോകാത്ത ആയുധമാണ്. പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഞാൻ പ്രാർത്ഥനയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ പൗരുഷിൽ 10 വർഷം സകലരെ ഇന്റർവ്യൂ ചെയ്യാൻ ദൈവം എനിക്ക് അവസരം. പാസ്റ്റർ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള പ്രശസ്തന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ച് കേന്ദ്രമന്ത്രിമാരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പേര് പറയാമോ? നമ്മുടെ PC ജോർജ്, അല്ല പിന്നെ PC തോമസ്, പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി, പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി ഇന്റർവ്യൂ ചെയ്തത് പിന്നെ നമ്മുടെ പിണറായി വിജയനെ ഇന്റർവ്യൂ ചെയ്തു. പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി ഇന്റർവ്യൂ ചെയ്തു. പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ ഇന്റർവ്യൂ ചെയ്തു. ഗോവിന്ദമാഷ് ഇന്റർവ്യൂ ചെയ്തു. പ്രതിപക്ഷ നേതാവിനെ ഇന്റർവ്യൂ ചെയ്തു. എന്റെ പിന്നെ ഗവർണർ ശ്രീധരൻപിള്ള ഇന്റർവ്യൂ ചെയ്തു. ഞാൻ ഇന്റർവ്യൂ ചെയ്യാത്ത ഒരു മന്ത്രിമാര്, MP-മാര്, MLA-മാരും ഇല്ല. അത്രമാത്രം അത്ഭുതകരമായി സുറിയാനി സഭയിലെ അനേക പിതാക്കന്മാര്,
പിന്നെ യാക്കോബായുടെ ബാബ ശ്രേഷ്ഠ കാതോലിക്ക 20 ലക്ഷം ജനങ്ങളെ നയിച്ച ശ്രേഷ്ഠ കാതോലിക്ക ബാബായ ക്ലീമീസ് കർദിനാളിനെ വരെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് മഹാഭാഗ്യം എനിക്കുണ്ടായി. എന്നോട് ദൈവം പറഞ്ഞു, എനിക്ക് ഞാൻ ഇന്റർവ്യൂ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇത് എങ്ങനെയാണ് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. എനിക്ക് കാരണം എന്നോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ക്രൈസ്തവ നേതാക്കന്മാരെയും പ്രമുഖരെയും ഇന്റർവ്യൂ ചെയ്യാൻ എൻ്റെ ആത്മാവ് നിന്നെ കണ്ടിരിക്കുന്നു. ഒരു ഇന്റർവ്യൂ കണ്ടിട്ടില്ലാത്ത ഞാൻ ഇന്റർവ്യൂ എന്താണെന്ന് അറിയാൻ വയ്യാതെ ബ്രിട്ടാസിനേക്കാൾ ഭംഗിയായി ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ദൈവം എൻ്റെ കാര്യങ്ങളെടുത്ത്. എൻ്റെ നാവിന്മേൽ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്, ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് എന്നെ കൊണ്ട് സാധിക്കുന്നത്, എൻ്റെ കഴിവുകൾ കൊണ്ടല്ല. ജേർണലിസം പഠിക്കാത്ത എനിക്ക് ജേർണലിസത്തിന് സർട്ടിഫിക്കറ്റ് ഒരുത്തം കൊണ്ട് തന്നിരിക്കുന്നു 99%. ഞാൻ ഇവിടെ ഒരു മാറ്റിങ്ങാണ്ട് വെച്ചിട്ടുണ്ട്. അവന് ലൈസൻസും പത്രവും ലൈസൻസ് എടുത്തു കൊടുത്തേനാ, പത്രത്തിൽ ലൈസൻസ്. അപ്പം ഇതൊന്നും ഞാൻ സ്വയമല്ല, എല്ലാം ദൈവത്തിന്റെ കരുണയാൽ. അതായത് രാഷ്ട്രീയ നേതാക്കന്മാരെ, എംപിമാരെ, MLA-മാരെ അവരുടെ വീട്ടുകളിൽ പ്രാർത്ഥിക്കുന്നു. ആ ആൻഡമാനുടെ വീട്ടിൽ 12 പ്രവാചകന്മാരെ കൊണ്ടുവന്ന് പ്രാർത്ഥനാ യോഗം നടത്തി. ഞാൻ എന്റെ നേതൃത്വത്തിൽ നടത്തിയത്. ആൻഡമാനോട് വിളിച്ചു ചോദിക്ക്, അതിന് വീഡിയോ ഉണ്ട്. ആ വീഡിയോ എല്ലാം യോഗം നടക്കുമ്പോൾ ഞാനിത് പറയുന്നുണ്ട്. ഇവിടുത്തെ എന്നെ സൈച്ചറിയാന്റെ വീട്ടിൽ പോയി ഞാൻ സൈച്ചന്റെ 1.5 മണിക്കൂർ പ്രാർത്ഥന നടത്തി. അതിന്റെ ഫലം 1 മണിക്കൂറിനുള്ളിൽ നടന്നു. ആന്റി എന്നെ അന്നേരം വിളിച്ചു, സൈച്ചറിയാന്റെ വൈഫ്. ഓസ്ട്രേലിയ ദൈവം അത്ഭുതം പ്രവർത്തിച്ചത്. അങ്ങനെ എത്രയോ, ഞാൻ പേര് പറയുന്നില്ല, എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ തലയിൽ, MP-മാരുടെ തലയിൽ കൈവച്ച്, MLA-മാരുടെ തലയിൽ കൈവച്ച്, ഉന്നതരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ